കല്ലുകൊണ്ടെന്റെ മുഖം മുറിഞ്ഞ് ആ കല്ലു പെറുക്കി ഞാൻ പാത തിരിച്ചത് സുഹൃത്തുക്കളെ, ഈ ഒരു വീഡിയോ ചെയ്യണമെന്ന് ഞാൻ ഏറെ ആലോചിച്ചതിന് ശേഷം മാത്രം ചെയ്തത്. എന്ന് വെച്ച് കഴിഞ്ഞാൽ പിന്നെ ഇത്തരം കാര്യങ്ങളും ആളുകളൊക്കെ അറിയണമെന്നല്ലോ എന്നുള്ള കാര്യം കൊണ്ട് മാത്രമാണ് ഇന്നൊരു വീഡിയോ ചെയ്യുന്നത്. കഴിഞ്ഞ ഒരു വീഡിയോ ഞാൻ ചെയ്തത് അവാർഡ് കിട്ടാൻ പോകുന്ന നമ്മുടെ വേടനെ കുറിച്ചിട്ടാണ്. ഒരു പ്രിയദർശിനി അവാർഡ് നമ്മുടെ വേടന് കിട്ടുന്നുണ്ട്. എന്തായാലും അതൊക്കെ അവിടെ കെടുക്കട്ടെ. എന്നാൽ ആ അവാർഡ് കിട്ടുന്നതിൽ വളരെയധികം വിഷമമുള്ള ആൾക്കാരും നമ്മുടെ നാട്ടിൽ ഉണ്ട് എന്നുള്ളതാണ്. എന്തൊക്കെയായാലും ഈ വേടനെ അംഗീകരിക്കുക, വേടനെ എതിർക്കുക, സ്വാഭാവികമായിട്ടും രണ്ട് തരം ആളുകൾ ഉണ്ടായിരിക്കും. തീർച്ചയായിട്ടും വേടൻ ഇത്തരത്തിൽ അവാർഡുകൾ കിട്ടാൻ പാടില്ല എന്ന് ശഠിക്കുന്ന ആളുകൾ ഉണ്ട് എന്നുള്ളതാണ്. ഞാൻ പറഞ്ഞു വെച്ചത് വേടനൊരു പുതിയ അവാർഡ് കിട്ടിയിട്ടുണ്ട്, അല്ലെങ്കിൽ അത് പ്രഖ്യാപിച്ചിട്ടുണ്ട്. സാധുജന പരിപാലന സംഘത്തിന്റെ പ്രഥമ വില്ലുവണ്ടി പുരസ്കാരം. സാധുജന പരിപാലന സംഘം എന്നാണ് അതിന്റെ പേര്. പ്രഥമ വില്ലുവണ്ടി പുരസ്കാരം. നമുക്കറിയാം ഈ സാധുജന പരിപാലന സംഘം എന്ന് പറയുന്നത് നമ്മുടെ അയ്യങ്കാളിയുടെ സംഘടനയാണ്. അവരുടെ പ്രഥമ വില്ലുവണ്ടി പുരസ്കാരം നമ്മുടെ വേടന് ഈ വരുന്ന ജൂൺ 18 മഹാത്മാ അയ്യങ്കാളി സ്മൃതി ദിനത്തിൽ വെങ്ങാനൂരിൽ വെച്ച് സമ്മാനിക്കുന്നു എന്നുള്ളതാണ്. പ്രഥമ വില്ലുവണ്ടി പുരസ്കാരം വേടൻ ശ്രീ ഹിരൺദാസ് മുരളി എന്നൊക്കെ പറഞ്ഞിട്ട് ഒരു ഗംഭീര പോസ്റ്റ് ഉണ്ട്. നിങ്ങൾക്ക് എൻ്റെ വീഡിയോയുടെ സൈഡിൽ അവരുടെ പോസ്റ്റ് നിങ്ങൾക്ക് കാണാൻ സാധിക്കും. ഞാൻ പറയുന്നത് ഈ ഒരു പോസ്റ്റിന്റെ താഴെയുള്ള കമന്റുകൾ ഇറ്റ്സ് വെരി ഇൻട്രസ്റ്റിംഗ്. ആ ഇൻട്രസ്റ്റിംഗ് എന്തുകൊണ്ട് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ വേടൻ ഈ അവാർഡ് കിട്ടാൻ പാടില്ല, അല്ലെങ്കിൽ വേടൻ പോലെ ആളുകൾ ഒരു അവാർഡ് വാങ്ങിക്കാൻ പാടില്ല എന്നൊക്കെ ആരൊക്കെ ഉറച്ച് തീരുമാനിച്ച പോലെയാണ്. സുഹൃത്തുക്കളെ, വേടന് മാത്രമാണോ നമ്മുടെ നാട്ടിൽ അവാർഡുകൾ കിട്ടുന്നത്? അല്ലെന്നോ? എത്രയോ പേർക്ക്, എത്രയോ പാട്ടുകാർക്ക് അവാർഡ് കിട്ടുന്നില്ലേ? നിങ്ങൾ ഏതെങ്കിലും നിങ്ങൾക്ക് ഇഷ്ടമില്ലാത്തൊരു പാട്ടുകാരന് അവാർഡ് കിട്ടിക്കഴിഞ്ഞാൽ അവനിട്ട് തെറി വിളിക്കുന്നത് കമന്റിൽ നിങ്ങൾ കണ്ടിട്ടുണ്ടോ? യേശുദാസിന് അവാർഡ് കിട്ടുമ്പോൾ ആരെങ്കിലും തെറി പറഞ്ഞിട്ടുണ്ടോ? നമ്മുടെ ജയചന്ദ്രൻ, അദ്ദേഹം മരിച്ചുപോയി, അദ്ദേഹത്തിന് അവാർഡ് കിട്ടുമ്പോൾ ആരെങ്കിലും തെറി പറഞ്ഞിട്ടുണ്ടോ? നിങ്ങൾക്ക് ഇഷ്ടമില്ലാത്ത പാട്ടുകാരനാണെങ്കിലും നിങ്ങൾ ആരും അതിൻ്റെ താഴെ പോയിട്ട് തെറി പറയാറില്ല സ്വാഭാവികമായിട്ടും. പക്ഷേ എന്തുകൊണ്ടാണ് വേടന് മാത്രം അവാർഡുകൾ പ്രഖ്യാപിക്കപ്പെട്ടെന്ന് കാണുമ്പോൾ എന്തിനാണ് ഇത്തരത്തിലുള്ള ആളുകൾക്കൊക്കെ അവാർഡ് കൊടുക്കണേ എന്നുള്ള ചോദ്യങ്ങളൊക്കെ എന്തുകൊണ്ട് വരുന്നു? ഇതിന്റെ സംഗതിയൊക്കെ അവിടെ കിടക്കട്ടെ. എന്തിനാണ്, ഏത് സംഗതിക്കാണ് വേടന് പാട്ട് കിട്ടുന്നത്, ഈ അവാർഡ് കിട്ടുന്നത് എന്നുകൂടി നമ്മൾ അറിയണം. അതിനുമുമ്പ് വേടന്റെ ഈ ഒരു പാട്ട് കേട്ടിട്ട് നമുക്ക് മെല്ലെ അതിലേക്ക് വരാം. അവരെല്ലാരും കല്ലെറിഞ്ഞ് കല്ലുകൊണ്ടെന്റെ മുഖം മുറിഞ്ഞ് ആ കല്ലു പെറുക്കി ഞാൻ പാത തിരിച്ചത് എന്റെ തലപ്പാവിനെന്ത് തിളക്കം. ആരാണ് 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 വില്ലുവണ്ടിയിൽ തലപ്പാവും വെച്ച് വരുന്നത്? ആരാണ്? കേട്ടില്ല 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 ആരാണ് ആരാണ് വില്ലുവണ്ടിയിൽ തലപ്പാവും വെച്ച് വരുന്നത്? അയ്യങ്കാളി അയ്യങ്കാളി അയ്യങ്കാളി. ആലോചിച്ചു സുഹൃത്തുക്കളെ, ഇവിടെ വേടന് ഈ അയ്യങ്കാളിയുടെ ഈ പാട്ട് പാടുമ്പോൾ അത് വെറുതെ ഒരു പാട്ട് പാടൽ മാത്രമായിട്ട് നമ്മുടെ വേടൻ അവസാനിപ്പിക്കുന്നില്ല. അതിനുശേഷം പറച്ചിലുമുണ്ട്. ആ പറച്ചിലോട് കൂടിയിട്ട് ആരാണ് അയ്യങ്കാളി എന്നും അദ്ദേഹം എന്തായിരുന്നു നമ്മുടെ ചരിത്രത്തിൽ എന്നുകൂടി ഇദ്ദേഹം പറയാൻ ശ്രമിക്കുന്നുണ്ട്. അയ്യങ്കാളിയെക്കുറിച്ചും അദ്ദേഹത്തിന്റെ ജീവിതത്തെക്കുറിച്ചും ചരിത്രവും ചെറുതായിട്ടൊന്ന് പരാമർശിക്കാൻ ഞാനൊരു ചെറിയ ശ്രമം നടത്തിയിട്ടുണ്ട്. എൻ്റെ ഈ ചാനലിൽ തന്നെ അങ്ങനത്തെ ഒരു വീഡിയോ കിടക്കുന്നുണ്ട്. കഴിയുന്നവരെ അന്ന് പോയി കാണാൻ ശ്രമിക്കുക കേട്ടോ. ഒപ്പം തന്നെ നിങ്ങൾ ആദ്യമായിട്ട് കാണുകയാണെങ്കിൽ ചാനലൊന്ന് സബ് ചെയ്യാൻ മറക്കരുത്. അങ്ങനെയൊക്കെയാണ് നമുക്ക് മുന്നോട്ട് പോകാൻ കഴിയുള്ളൂ എന്നുള്ളതുകൊണ്ടാണ്. എന്തൊക്കെയായാലും ഇവിടെ ഈ ഒരു പാട്ട് ഇങ്ങനെ ഗംഭീരമായിട്ട് പാടി അവസാനിപ്പിക്കുമ്പോൾ ആരാണ് അയ്യങ്കാളി എന്ന് നിരന്തരം അവിടെ കൂടിയിരിക്കുന്ന ആയിരക്കണക്കിന് ആളുകളോട് ചോദിക്കുകയും ഇന്നയാളാണെന്ന് വേടൻ തന്നെ ഉത്തരം പറയുകയും ആ ഉത്തരത്തിന് ശേഷം അതിന്റെ ചരിത്രം അവർക്ക് വിവരിച്ചു കൊടുക്കുകയും ചെയ്തിട്ടാണ് അടുത്ത പാട്ടിലേക്ക് വേടൻ പോകുന്നത്. സ്വാഭാവികമായിട്ടും ഇത്തരം ആളുകൾക്ക്, അതായത് ഇങ്ങനെ ചരിത്രം പറയുന്ന, ആ ചരിത്രത്തിലൂടെ കൃത്യമായിട്ടും എന്താണ് നമ്മളെന്ന് പറഞ്ഞ് മുന്നോട്ട് പോകുന്ന ഇത്തരം ആളുകൾക്ക് അവാർഡ് കിട്ടുമ്പോൾ ചില ആളുകൾക്കെല്ലാം നല്ല ചൊറിച്ചിലുണ്ട്, ഗംഭീരമായ ചൊറിച്ചിലുണ്ട്. ഒരു ചൊറിച്ചിൽ വീഡിയോ ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തന്നിട്ടേ ഉള്ളൂ. എന്തായാലും അതേ മനുഷ്യനെ തന്നെ ഒരു റിപ്പീറ്റേഷൻ നിലയ്ക്ക് കണ്ടിട്ട് നമുക്ക് ചൊറികളെ കുറിച്ചൊന്ന് പറയാനുണ്ട്. വേടനൊപ്പം പ്രിയദർശിനി പുരസ്കാരം കൊടുത്തു. നാണാവുന്നില്ലേ നമ്മുടെ സമൂഹത്തിന് കൈയടിക്കാൻ? ഒന്നുമില്ലെങ്കിൽ അതിന് 2 ആഴ്ച മുമ്പ് കഞ്ചാവ് കേസിൽ അവൻ പ്രതിയായിരുന്നില്ലേ? അല്ലെന്ന് പറയാൻ പറ്റും. അവൻ സംഭവിച്ചല്ലോ. അവനെ എങ്ങനെയാ വിളിച്ചു വരുത്തി ഒരു പ്രിയദർശിനി പുരസ്കാരം ഇത്ര പെട്ടെന്ന് കൊടുക്കുന്നത്? അല്ലെ, എന്റെ എന്താ പറയാ അനുവാദമോ താങ്കളുടെ
ഷീറ്റിൽ എഴുതിയ ഒപ്പിട്ട സംഗതി ഒന്നും വേണ്ട, വേടൻ അവാർഡ് കൊടുക്കണം. താൻ അംഗീകരിച്ചിട്ടില്ലെങ്കിലും വേടൻ അംഗീകരിക്കുന്ന ആയിരക്കണക്കിന് ആളുകൾ അപ്പുറത്തുണ്ട്. എന്തിനേറെ നമ്മുടെ ഗവൺമെന്റ് അംഗീകരിച്ചതാ. ഒരു കഞ്ചാവ് അല്ലെങ്കിൽ ഒരു മദ്യം ഒരിക്കൽ കഴിച്ചു എന്ന് വെച്ചിട്ട് ജീവിതകാലം മുഴുവൻ അവനെ കഞ്ചാവ് എന്ന് വിളിക്കാനോ അവനെ മദ്യപാനി എന്ന് വിളിക്കാനോ ഇപ്പൊ നമ്മുടെ ഗവൺമെന്റ് തയ്യാറല്ല. നമ്മുടെ ഗവൺമെന്റ് തയ്യാറല്ല എന്നതിനേക്കാൾ പുരോഗമന ചിന്താഗതിക്കാരായിട്ടുള്ള ആരും തയ്യാറാവില്ല. അത് ശരിയല്ല എന്നുള്ളതാണ്. കാരണം ഒരാൾ ഒരിക്കൽ കുറ്റം ചെയ്തു കഴിഞ്ഞാൽ അത് തന്നെയാണ് അവന്റെ ജീവിതം എന്നതിലേക്ക് അവന്റെ വീണ്ടും വീണ്ടും അതേ കുറ്റത്തിലേക്ക് അതേ ഒരു അവസ്ഥയിലേക്ക് അവനെ ചീത്ത പറഞ്ഞും അവനെ പഴി പറഞ്ഞും മാനസികമായി തളർന്നും ശാരീരികമായി തളർത്തിയും പറഞ്ഞയക്കുകയല്ല വേണ്ടത്. അവൻ അതിൽ നിന്ന് മെല്ലെ തിരികെ കൊണ്ടുവരാനാണ് നമ്മൾ എല്ലാവരും ശ്രമിക്കേണ്ടതാണ്. അങ്ങനെ തിരികെ വരാൻ തയ്യാറായ ആളുകളെ ഇരു കൈയും നീട്ടി സ്വീകരിക്കല്ലാതെ നമ്മുടെ ഗവൺമെന്റ് എന്താ ചെയ്യേണ്ടത്? പോയി പണിയാക്കണമെന്ന് പറയണോ? അങ്ങനെ പോയി പണി നോക്കണമെന്ന് പറയുമ്പോൾ നമ്മുടെ ഗവൺമെന്റിന് പിന്നെ പുരോഗമന പ്രസ്ഥാനക്കാരുടെ ഗവൺമെന്റ് എന്നൊരു എങ്ങനെ ആ ഒരു പേര് നമുക്ക് എങ്ങനെ വിളിക്കാൻ കഴിയും? അപ്പൊ താങ്കളെപ്പോലുള്ള ചില ആളുകൾക്കൊന്നും ദഹിക്കില്ല. എന്നാൽ താങ്കളെപ്പോലെ അല്ലാത്ത ബഹുഭൂരിപക്ഷം വരുന്ന ആളുകൾക്കും വേടന് ദഹിക്കുന്നുണ്ട്. വേടൻ അവാർഡ് കിട്ടുമ്പോൾ സന്തോഷിക്കുന്നുണ്ട്. ഇനി വേടൻ അവാർഡ് കിട്ടിക്കഴിഞ്ഞാൽ സന്തോഷമില്ലാത്ത ആളുകളെല്ലാം ഇവിടെ വരുന്നേ. നിങ്ങളെ എന്തുകൊണ്ടാണ് നിങ്ങൾക്ക് വേടന അവാർഡ് കിട്ടിയാൽ സന്തോഷം തോന്നാത്തത്? ഒന്ന് സത്യസന്ധമായിട്ട് ഇതിന് താഴ്ത്തെഴുതാൻ നോക്കൂ. ഞാൻ ഒരു കാരണവശാലും നിങ്ങൾ ഒരു കമന്റ് ഡിലീറ്റ് ചെയ്യാൻ പോകുന്നില്ല. വെറുതെ അങ്ങനെ കമന്റ് എഴുതുന്നവർക്ക് എൻ്റെ പ്രിയപ്പെട്ട ചീത്ത പറയാൻ കുത്തിയിട്ടണ്ട. അവാർഡ് കിട്ടുന്നതിൽ സന്തോഷമുണ്ടെങ്കിൽ എന്തുകൊണ്ട് അവാർഡ് കിട്ടുന്നതിൽ സന്തോഷിക്കുന്നു എന്ന കാര്യം കൂടി ഒന്ന് എഴുതാൻ ശ്രമിക്കുക. ഒപ്പം എൻ്റെ ഒപ്പം കൂടാൻ ശ്രമിക്കുക. സബ് ചെയ്തുകൊണ്ട്. അപ്പോൾ സുഹൃത്തുക്കളെ, ബൈ.